Hello guys, good morning. Welcome back to my channel. My channel name is Emya_Mepalli. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നൊരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പോർട്രേറ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. ഷോർട്സ് ഒക്കെ എടുക്കുന്ന പോലെ പോർട്രേറ്റ് ആയിട്ട്. അത് കാണുമ്പോൾ മറ്റുള്ളവരെ വീഡിയോ വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ എനിക്കും എന്തോ അങ്ങനെ നല്ല വീതിയില്ലാതെ കാണുമ്പോൾ എനിക്കും ഭയങ്കര അയ്യേ എനിക്ക് കാണാൻ തോന്നുന്നില്ല എന്ന രീതിയിൽ തോന്നാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ എല്ലാവരും ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം മൊബൈൽ തിരിച്ചു വെച്ചാൽ മതി എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ മൊബൈൽ തിരിച്ചു വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ വല്ല കണ്ണ് വല്ല കോങ്കണ്ണ് പോലെ. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, ഇതെങ്ങനെയാണ് പിന്നെ നമ്മൾ TV സ്ക്രീനിൽ കാണുന്ന പോലെ ലാൻഡ്സ്കേപ്പായിട്ട് വരണത്? അപ്പോൾ അവൾ പറഞ്ഞു അത് മൊബൈൽ തിരിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൊബൈൽ തിരിച്ചു വെച്ചിട്ടും കണ്ണ് വല്ല കോങ്കണ്ണ് പോലെ വരണതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സിനിമയുണ്ടല്ലോ ദിലീപിൻ്റെ മിസ്റ്റർ ബട്ട്ലർ, അതിൽ കുക്ക് ചെയ്യുമ്പോൾ റോളിംഗ് എന്ന് പറയുമ്പോൾ ദിലീപ് ഇങ്ങനെ വർത്തമാനം പറയണത് ഇങ്ങനെ വെച്ചിട്ടല്ലേ, അതുപോലെ എനിക്കാവാം. നമ്മളെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞോള്. ക്യാമറയ്ക്കിനെ നോക്കി സംസാരിക്കണം, നമ്മളെ നോക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാനും ദിലീപിനെ പോലെ അറിയാണ്ട് ഇങ്ങനെ നോക്കി പോവാണ്, അറിയാണ്ട്. അതിന് ശീലമായിട്ട് വരണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ അങ്ങനെ എടുത്തിട്ട് എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല. മറ്റേതുപോലെ ചെറുതായിട്ട് പോർട്രേറ്റായിട്ട് വരുമ്പം ചെറുതായിട്ടല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിങ്ങനെ ആയിട്ടല്ലേ കാണാനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ദിലീപിൻ്റെ പടത്തിൽ പോലെ അങ്ങനെ നോക്കണതാണ്. ഇപ്പോഴും അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് എന്നെ നോക്കാനൊരു ഇത് ഇങ്ങനെ ത്വര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ ക്യാമറയിൽ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് ഡോസ് പോലെ ചെയ്തതാണ്. അപ്പോൾ ശരിയാവാൻ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ശരിയാവുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കണ്ണ് വല്ല കോങ്കണ്ണ് പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ഓക്കെ, ബൈ, സി യു. വേറെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ. നന്നായിട്ടിരിക്കണം വിചാരിക്കുന്നു. പിന്നെ എന്നെ സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. വീണ്ടും ഞാൻ മൊബൈൽ തിരിച്ചു വെച്ച് നോക്കുകയാണ്. മൊബൈൽ തിരിച്ചു വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വരണതെന്ന്. അപ്പോൾ മക്കളെത്തി ഗൈസ്, കണ്ടില്ലേ, കട്ടപ്പ ടു റേച്ചഡ്. മടി പിടിച്ചിരിക്കുക, കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കളിക്കാൻ മുന്നേ കുളിക്കണേ, കഴുകിയിട്ട് കുളിക്കാൻ പോവാണ് അല്ലേ. ഇന്ന് എനിക്ക് സമയം തെറ്റി ഗൈസ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്താ ഇവർ ഉച്ചയ്ക്ക് വരണേന്ന് വിചാരിച്ചിരിക്കാറ്. പക്ഷേ ടൈം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കാണ്, നീ നേരത്തെ വിട്ടോ, ഉച്ചയ്ക്ക് വിട്ടോ എന്ന് ചോദിക്കാറ്. കാരണം വേറെ ആരും ഇല്ല, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് വീട്ടിൽ. അത് കാരണം സമയം കാലമൊന്നും മനസ്സിലാവണില്ല. TV ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി യൂട്യൂബ് ചാനലും അവരെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അച്ചു പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരികയാണ്. ഒരുങ്ങി വന്നിട്ട് ഇവിടെ ബേക്കറികളും അതൊക്കെ കഴിച്ചിട്ട് കളിക്കാൻ പോയിട്ട് അവൻ 6 മണിക്ക് വരും. പിന്നെ 7 മണി അല്ലല്ല. ഓക്കെ, ബൈ. അപ്പം മൊബൈല് തിരിച്ചു വെച്ചിട്ട് ക്യാമറേൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. ആദ്യം ഞാൻ വീഡിയോ ഇട്ടിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ആക്കി. രണ്ടും കൂടെ ഒരുമിച്ച് ഇടാന്ന് വെച്ചിട്ട് രണ്ടാമത് എടുത്തത് ജസ്റ്റ് അവർ വന്നപ്പോൾ അത് വലിയ ക്ലിയർ അല്ല, എന്നാലും ഞാൻ നോക്കിയതാണ്. പക്ഷെ ഇത് ഭയങ്കര പ്രയാസം. തിരിച്ചു വെച്ചെടുക്കുമ്പോൾ, ബാക്ക് ക്യാമറ വെച്ചെടുക്കുമ്പോൾ ക്ലിയറുമാണ്, നമ്മൾ നോക്കുന്നത് നേരെയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിലും പല ബുദ്ധിമുട്ടുകളും കാണില്ലേ എന്നൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ട്രയൽ എന്തായാലും നന്നായിട്ടുണ്ട്. വേറെ എടുത്ത് വെച്ച് നോക്കാം. ബാക്കി വീഡിയോസ് ഇനി വരുമ്പോൾ കാണാം. ബൈ.